ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ 27ാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ VLAN എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരുന്നു നമ്മൾ കവർ ചെയ്തിരുന്നത്. അതിൻ്റെ തിയറി ഭാഗങ്ങൾ, നമ്മൾ എന്തിനാണ് VLAN ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ VLAN ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൽ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കിലല്ല, ഒരു സ്വിച്ചിൽ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ടാവുകയും അത് സ്വിച്ചിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുകയും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ വീഡിയോയുടെ പ്രാക്ടിക്കലാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ CCNA സെക്ഷൻ്റെ 27ാമത്തെ ക്ലാസ്സാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2 ആഴ്ച മുമ്പ്, ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് CCNAയുടെ തന്നെ പുതിയൊരു, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CCNA 200-301 വെർഷൻ 1.1 ആണ്. അപ്പോൾ ഈ 1.1 ഇവർ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ 2.0 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാം ഒന്നും ആയിട്ടില്ല. അതിൻ്റെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് വെച്ച് നിങ്ങൾക്ക് എക്സാം 2027 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. 2027 ഫെബ്രുവരിക്ക് ശേഷമാണ് 2.0 എന്ന് പറയുന്ന വെർഷൻ വരുന്നത്. അപ്പോൾ വേറെ സിലബസിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ടോപ്പിക്കിൽ ചില ടോപ്പിക്കുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമ്മുടെ ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ സിലബസ് വെച്ചിട്ടല്ല പോകുന്നത്. നമ്മളിപ്പോൾ ഈ സിലബസ് വെച്ച് തന്നെ പോകും. പിന്നെ ഒഫീഷ്യലായിട്ട് 2027 ആകുമ്പോഴത്തേന് പുതിയത് വരുമല്ലോ, 2.0 വരുമല്ലോ. ആ സമയത്ത് നമ്മൾ അതിൻ്റെ അപ്ഡേഷൻ ക്ലാസ്സുകൾ, ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ ഇടും. ഇതിലെ സിലബസ് മാറ്റിയിട്ടൊന്നുമില്ല, സിലബസ് ഒക്കെ സെയിം ആണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൂടി പുതിയതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട് വെർഷൻ 2.0യിൽ. ഇതിലെ കുറച്ച് ടോപ്പിക്കുകൾ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് ആ സമയത്തുമ്പോൾ 2027 ഫെബ്രുവരി, ഏകദേശം ഇനിയിപ്പോൾ 1 ഇയറിൻ്റെ അടുത്ത് നമുക്കൊരു 8 മാസത്തോളം സമയമുണ്ട്. അപ്പോൾ ആത്തിന് നമ്മുടെ CCNA ക്ലാസ്സൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അപ്ഡേഷനായിട്ട് അതിലോട്ട് അതിൻ്റെ പുതിയ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ പഴയ ടോപ്പിക്കുകൾ പഠിക്കേണ്ടെന്നല്ല, പഴയ ടോപ്പിക്കുകളുണ്ട്, തുടർച്ചയായിട്ടുള്ള കുറച്ച് പുതിയ ടോപ്പിക്കുകൾ കൂടി പുതിയ സിലബസിൽ വന്നിട്ടുണ്ടാവും. അതുകൂടി നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ ഇടാം, പുതിയതും പഴയതും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഇപ്പം നമ്മൾ ചെയ്യുന്നതും ഇനി വരാൻ പോകുന്ന സിലബസും തമ്മിലുള്ള വ്യത്യാസം എന്താ, എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വന്നിരിക്കുന്നത് എന്നുള്ളത്. കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം, VLAN. അപ്പോൾ നമ്മൾ നമ്മുടെ പാക്കറ്റ് ട്രേസർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഒക്കെ നിങ്ങളുടെ എല്ലായിടത്തും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോട്ട് എടുത്തിട്ട് നിങ്ങളിതിൻ്റെ നോട്ട് തയ്യാറാക്കുക. ഇപ്പോൾ ഈ കമൻറ്റുകളുടെയൊക്കെ നോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടും. ഇപ്പോൾ ഞാൻ നമ്മുടെ പാക്കറ്റ് ട്രേസർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. നമ്മൾ VLAN ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ VLAN ചെയ്യാനായിട്ട് നമ്മളൊരു സ്വിച്ച് എടുത്ത് വെച്ചു. ഇപ്പോൾ എടുത്തിരിക്കുന്നത് 2960. ഈ സ്വിച്ചിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സ്വിച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പോർട്ടുകൾ കാണാൻ പറ്റും. 24 ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ടുകളും 2 ജിഗാബിറ്റ് ഇഥർനെറ്റ് പോർട്ടുകളുള്ള ഒരു സ്വിച്ചാണ്. സിസ്കോയുടെ കാറ്റലിസ്റ്റ് 2960 സീരീസിൽപ്പെട്ട ഒരു സ്വിച്ചാണിത്. ഇത് സ്വിച്ചിൻ്റെ അപ്പുറത്തെ സൈഡാണ്. ഇത് 2 സൈഡാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഇതാണ് പവർ, ഇത് കൺസോൾ. നമുക്ക് സ്വിച്ചിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസോൾ പോർട്ട്. ഇനി നമുക്ക് സ്വിച്ചിൽ VLAN ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ കോൺഫിഗറേഷനിൽ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഉദാഹരണമായിട്ട് ഒരു PC വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, കൺസോൾ കണക്ട് ചെയ്തു. ഇങ്ങനെയാണല്ലേ ശരിക്കും ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിനകത്താണ് പുട്ടി ഇൻസ്റ്റാൾ ചെയ്യുക. പുട്ടിക്കകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ചിൻ്റെ അകത്ത് കിട്ടും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്കുള്ള ഒരു കമൻറ്റ് എന്താണ്, എനേബിൾ അല്ലേ. ഫസ്റ്റ് കമൻറ്റ് എനേബിൾ എന്ന് പറയുന്ന കമൻറ്റാണ്. നമ്മൾ എനേബിൾ അടിച്ചു. അടുത്ത കമൻറ്റ് എന്താണ്, കോൺഫിഗർ ടെർമിനൽ. ഇത് ഞാൻ ഇതിന് മുമ്പുള്ള കോൺഫിഗറേഷനിൽ പറഞ്ഞതെന്നാണ്, സ്വിച്ചിൻ്റെ കോൺഫിഗറേഷനിൽ. പിന്നെ നമ്മൾ കൺട്രോൾ സെറ്റ് അടിച്ച് തിരിച്ചു വരും. ഇവിടെ നമുക്ക് ഷോ VLAN ബ്രീഫ് എന്ന് പറയുന്ന ഒരു കമൻറ്റ്, ഫസ്റ്റ് കമൻറ്റാണ് ഷോ VLAN ബ്രീഫ്.
ഷോ വീലാൻ ബ്രീഫ് എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്താൽ സ്വിച്ചിൽ നിലവിൽ എന്താണ് അവസ്ഥ, നിലവിൽ സ്വിച്ചിൽ ഏത് വീലാനാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് എൻ്റർ കൊടുത്തു. ഇപ്പം ഞാൻ എന്താ പറയുക, ഇതിൻ്റെ വീലാൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നിലവിൽ ഇപ്പം ഞാൻ ഈ സ്വിച്ചിൽ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു സ്വിച്ച് എടുത്തു, അതിൽ ആ കമൻറ്റ് അടിച്ചു, ഷോ വീലാൻ ബ്രീഫ് അടിച്ചു. ഇപ്പം സ്വിച്ചിൽ ഡിഫാൾട്ടായിട്ട് ഓൾറെഡി ഒരു വീലാൻ ഉണ്ട്. ആ വീലാൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വീലാൻ്റെ നമ്പർ 1 എന്നാണ്. ആ വീലാൻ ആക്റ്റീവാണ്. സ്വിച്ചിൽ നിലവിലുള്ള എല്ലാ പോർട്ടുകളും ആ വീലാനുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ പോർട്ട് എന്ന രീതിയിൽ കാണാൻ പറ്റും. 0/1 മുതൽ 0/24 വരെയുള്ള പോർട്ടുകൾ കണക്റ്റഡ് ആണ്. അതുകൂടാതെ നമ്മുടെ സ്വിച്ചിന് 2 ജിഗാബിറ്റ് എതർനെറ്റ് ഉണ്ട്. ആ 2 ജിഗാബിറ്റ് എതർനെറ്റ് പോർട്ടും ആ സ്വിച്ചിൻ്റെ വീലാൻ 1 എന്ന് പറയുന്ന വീലാനിൽ ഓൾറെഡി ഉള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് താഴെ കുറച്ച് വീലാൻ കാണാൻ പറ്റും. 1002, 1003, 1004, 1005 എന്നുള്ളത്. അത് സിസ്കോയിൽ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള പോർട്ടുകളാണ്. ഓക്കെ, അപ്പോൾ ആ പോർട്ടുകൾ നമ്മളിപ്പോൾ നോക്കേണ്ടതില്ല. ഇപ്പം നമ്മൾക്ക് ആകെ നമ്മുടെ സ്വിച്ചിൽ ഒരു വീലാനാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീലാൻ ഉള്ളപ്പോൾ ഈ വീലാനിൻ്റെ ഇത്രയും പോർട്ടുകളില്ലേ, അതിലോട്ട് ഏതെങ്കിലും ഒരു പോർട്ടിലോട്ട് ഒരു ഡാറ്റ വരുന്ന സമയത്ത് ആ വന്ന പോർട്ട് ഒഴികെ ബാക്കിയുള്ള എല്ലാ പോർട്ടുകളിലേക്കും ആ ഡാറ്റേനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നെറ്റ്വർക്കിൽ, നമ്മുടെ ഓഫീസിൽ 2 ലാനൊക്കെ ഉണ്ടെങ്കിൽ ഈ 2 ലാൻ ഒരു സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞു, നമ്മൾ VLAN ക്രിയേറ്റ് ചെയ്തിട്ട്, വിർച്വൽ ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പോർട്ടുകൾ അതത് ലാനിലോട്ട് ആഡ് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് VLAN ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. VLAN ക്രിയേറ്റ് ചെയ്യുക, അപ്പോൾ ഡിഫാൾട്ടായിട്ടൊരു VLAN അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് VLAN ക്രിയേറ്റ് ചെയ്യാനായിട്ട് കോൺഫിഗർ ടെർമിനലിൽ പോവുക. ജസ്റ്റ് VLAN എന്നടിക്കുക. VLAN നമ്മളിപ്പോൾ VLAN 1 അവിടെ ഡിഫാൾട്ടായിട്ടുണ്ട്. നമുക്ക് വേറെ നമ്പറാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ എത്രയാണ് ഇടേണ്ടതെന്ന് നോക്കും. അപ്പോൾ 1 മുതൽ 1005 വരെയുള്ളതിൻ്റെ ഇടയിലുള്ള VLAN ID നിങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. 1 ഓൾറെഡി ഉണ്ട്, 1002 ഉണ്ട്, 1003 ഉണ്ട്, 1004 ഉണ്ട്, 1005 ഉണ്ട്. അപ്പോൾ അതില്ലാത്ത വേറൊരു നമ്പർ ഞാൻ ജസ്റ്റ് VLAN 10 എന്ന് കൊടുത്തു. VLAN 10. ഇപ്പോൾ VLAN 10 ക്രിയേറ്റ് ആയി. ഇപ്പോൾ VLAN 1ൻ്റെ പേരെന്താ, ഡിഫാൾട്ട് എന്നാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ VLAN 10 ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, VLAN 10ന് എനിക്കൊരു പേര് കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് പേര് കൊടുത്തില്ലെങ്കിൽ ഡിഫാൾട്ടായിട്ടൊരു പേര് വരും കേട്ടോ, പക്ഷെ ഇപ്പോൾ ഒരു പേര് കൊടുക്കണം. ഇപ്പോൾ നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ക്ലാസ് റൂം 1 എന്ന് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് സേവ് ചെയ്തു. ഇപ്പോൾ നോക്കിയാൽ ഷോ VLAN ബ്രീഫ് എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള VLAN 10 നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. VLAN 10 അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ VLAN 10 ക്രിയേറ്റ് ആയി, പക്ഷേ VLAN 10ന് നിലവിലിപ്പോൾ പോർട്ടുകൾ ഉണ്ടോ? ഒരു പോർട്ടും ഇല്ല. നിലവിലിപ്പോൾ എല്ലാ പോർട്ടുകളും ഉള്ളത് VLAN 1ലാണ്. നമുക്ക് VLAN കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നേരെ കോൺഫിഗർ ടെർമിനലിൽ പോയി VLAN 20 എന്നടിച്ചു. നെയിം ക്ലാസ് റൂം 2 എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ നെയിം കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക, സേവ് ചെയ്തു, ബാക്ക് വന്നു, സേവ് ചെയ്തു. കമൻറ്റ് നോക്കാം, ഷോ VLAN ബ്രീഫ് നോക്കാം. ഷോ VLAN ബ്രീഫ് കൊടുത്തപ്പോൾ VLAN 20 അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, VLAN 20 അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. VLAN 20ക്ക് നമ്മൾ നെയിം കൊടുത്തിരുന്നില്ല, അതുകൊണ്ട് ഡിഫാൾട്ടായിട്ട് VLAN 0020 എന്ന് പറയുന്നൊരു പേര് വരുന്നു. ഇനി ആ പേര് നിങ്ങൾക്ക് മാറ്റണം എന്ന് വിചാരിക്കുക, എന്താ ചെയ്യേണ്ടത്? കോൺഫിഗർ ടെർമിനലിൽ പോവുക, VLAN 20 എന്നടിക്കുക, എൻ്റർ കൊടുക്കുക, നെയിം എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് പേര് കൊടുക്കാം. ഇപ്പോൾ ക്ലാസ് റൂം 2 സേവ് ചെയ്തു. ഇപ്പോൾ ക്ലാസ് റൂം 2 ആയി അവിടെ. ഇപ്പോൾ ആ VLANൻ്റെ പേര് മാറ്റിയിട്ടുണ്ടാവും, ഷോ VLAN ബ്രീഫ്. ഇപ്പോൾ 2 VLAN ആയി. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? VLAN ക്രിയേറ്റ് ചെയ്തു, പക്ഷേ VLANലോട്ട് ഇപ്പോൾ ഒരു പോർട്ടും ഇല്ല അല്ലേ. ഇപ്പം എല്ലാ പോർട്ട് ഇരിക്കുന്ന VLAN 1ലാണ്. ഇപ്പം ഒരു VLAN 1 ഒരു നെറ്റ്വർക്കാണ്. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്
1 മുതൽ 5 വരെയുള്ള പോർട്ടിനെ, സ്വിച്ചിൻ്റെ ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള പോർട്ടിനെ VLAN 10 ആഡ് ചെയ്യാൻ പോവുക. അപ്പോൾ അത് അവിടെ ഒരു നെറ്റ്വർക്ക് ആവും അല്ലേ, അത് അവിടെ ഒരു നെറ്റ്വർക്ക് ആയിട്ടിരിക്കുന്നുണ്ടാവും. ഞാൻ അത് ഒന്ന് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ സ്വിച്ച് ഇതാണ് നമ്മുടെ സ്വിച്ച് എന്ന് കരുതുക. സ്വിച്ചിൽ പോർട്ടുകളുണ്ട് 1 2 3 4 5 6 7 8 9 10 11 12. ഇനി അതിൻ്റെ ബാക്കി പോർട്ടുകൾ ഇങ്ങനെയല്ല ശരിക്കും കേട്ടോ, 1 2 3 4 എന്ന് വരിക കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതിപ്പോയതാണ്. ഓർഡറിൽ എങ്ങനെയല്ല സ്വിച്ചിൻ്റെ പോർട്ടുകളുടെ എണ്ണം വരിക, 1 2 3 4 5 6 അങ്ങനെ താഴത്തോട്ടാണ് വരിക. 1 കഴിഞ്ഞാൽ 2 താഴെ വരിക. ഞാൻ ചിത്രത്തിൽ അങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളൂ. 13 14 ഇവിടെ 15 16 17 18 19 20 21 22 23 24. ഇപ്പോൾ സ്വിച്ചിൻ്റെ ഈ നിലവിലുള്ള 24 പോർട്ടുകളും ഇരിക്കുന്നത് എന്തിലാണ്? VLAN 1ലാണ്. ഇവരെല്ലാം ഇപ്പോൾ ഒരു VLAനിലാണ്. അപ്പോൾ ഞാൻ 2 VLAN ഉണ്ടാക്കിയിട്ടുണ്ട്. VLAN 10ഉം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 20ഉം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലാസ് റൂം 1 ആണ്, ഇത് ക്ലാസ് റൂം 2ന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഈ സ്വിച്ചിൻ്റെ 1ാമത്തെ മുതൽ 5ാമത്തെ പോർട്ട് വരെ എടുത്തിട്ട് ഇത്രയും പോർട്ടുകളെ ഞാൻ VLAN 10 ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവർ ഒരു നെറ്റ്വർക്ക് ആവും. ഇവർ തമ്മിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇതിലൊരു PC-നെ കണക്ട് ചെയ്തു, ഇതിലൊരു PC-നെ കണക്ട് ചെയ്തു. ഇതിന്ന് വരുന്ന ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് ആകെ സെൻഡ് ആവുന്നത് 2ലോട്ടും 3ലോട്ടും 4ലോട്ടും 5ലോട്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് നമുക്ക് ഒഴിവാക്കാം. ഇനി ഞാനിവിടെ 6 മുതൽ നമ്മുടെ ഒരു 12 വരെയുള്ള പോർട്ടിനെ VLAN 20ലോട്ടും ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്, ആഡ് ചെയ്യാൻ പോവുകയാണ്. ക്രിയേറ്റ് ചെയ്യില്ല, ആഡ് ചെയ്യാൻ പോവുകയാണ്. ബാക്കിയുള്ളവരൊക്കെ VLAN 1ലാണ്. അപ്പോൾ ശരിക്കും ഇവിടെ നമ്മുടെ സ്വിച്ചിൻ്റെ പോർട്ടുകളെ ഇവിടെ 3 ലാനായി. ഇപ്പോൾ ഒന്ന് VLAN 10, ഒന്ന് VLAN 20, പിന്നെ ഡിഫാൾട്ടായിട്ട് ഈ താഴെ കിടക്കുന്ന എല്ലാം കിടക്കുന്ന ഏതിലാണ്? VLAN 1ലാണ്. ഈ VLAN 1ൽ കണക്ട് ചെയ്ത PCകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ VLAN 20ൽ കണക്ട് ചെയ്ത PCകൾ ഒരേ റേഞ്ച് IP റേഞ്ച് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവിടെ VLAN 10ൽ കിടക്കുന്ന PCകൾക്ക് ഒരേ IP റേഞ്ച് ആണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരേ IP റേഞ്ച് ആയിരിക്കണം കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഇതിന് നമ്മളിപ്പോൾ 6ാമത്തെ പോർട്ടിലോട്ട് 10.0.1 കൊടുത്തിട്ട് 7ാമത്തെ പോർട്ടിലോട്ട് 20.0.1 കൊടുത്താൽ കണക്റ്റ് ആവില്ല. സെയിം നെറ്റ്വർക്ക് ആയിരിക്കണം, സെയിം VLAN ആയിരിക്കണം, എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കാം. നമ്മളിങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? VLAN 10 നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി VLAN 10ലോട്ട് പോർട്ടുകൾ ആഡ് ചെയ്യണം. എങ്ങനെയാണ് പോർട്ടുകൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, കമൻറ്റ് തെറ്റി, ഞാനത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ച കമൻറ്റാണ്. ഈ പാക്കറ്റ് ട്രേസറിൽ കമൻറ്റ് തെറ്റിക്കഴിഞ്ഞാലേ നമുക്ക് ആ കമൻറ്റ് പിന്നെ ലോഡായി വരണമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ നമ്മൾ അടിച്ചൊരു കമൻറ്റ് തെറ്റിയിട്ടുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ ആ കമൻറ്റ് ഇങ്ങനെ തെറ്റിയുകൊണ്ട് ക്ലീൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ ട്രാൻസ്ലേറ്റിങ് അങ്ങനത്തെ ഒരു കമൻറ്റ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യണം. ഇപ്പോൾ എൻ്റർ കൊടുത്താലൊന്നും വരില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ പാക്കറ്റ് ട്രേസർ ഓപ്പൺ ആക്കിയിട്ട് ഏകദേശം 11 മിനിറ്റ് ആയി. അപ്പോൾ നമ്മളിവിടെ ടൈം ഇങ്ങനെ ഫോർവേഡ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ടൈം അടിച്ചു വിടുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ശരിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ VLAനിലോട്ട് ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത VLAനിലോട്ട് പോർട്ടുകൾ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺഫിഗർ ടെർമിനലിൽ പോയി ഞാൻ ഫസ്റ്റ് സ്വിച്ചിൻ്റെ ഫസ്റ്റ് പോർട്ടിനെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0/1നെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് കൊടുത്തു? ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ്
0 bar 1 എൻ്റർ കൊടുത്തു. സ്വിച്ചിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മളിപ്പോൾ ആ സ്വിച്ചിൻ്റെ ആ ഒരു ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ടിനെ ആക്സസ് ചെയ്തു. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് 0 bar 1 എന്ന് പറയുന്ന പോർട്ടിലാണ്, ഇൻ്റർഫേസ് ഈഫ്. അപ്പോൾ സ്വിച്ചിൻ്റെ പേരാണ്. സബ് കോൺഫിഗറേഷൻ മോഡിലിരിക്കുന്ന ഒരു ഇൻ്റർഫേസിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്, ഈ ഒരു ഇൻ്റർഫേസിൻ്റെ അകത്ത്. അതിനെ എങ്ങോട്ട് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞേ? VLAN 10 ആഡ് ചെയ്യണമെന്ന് പറഞ്ഞേ. ഇപ്പോൾ VLAN 10 ഇരിക്കുന്നത് ഏതിലാ? അല്ല, സ്വിച്ചിൻ്റെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0 bar 1 ഇരിക്കുന്നത് ഏതിലാ? VLAN 1 അല്ലേ? എങ്ങനെ ചെയ്യുക? സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ്, സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 10. 2 കമൻറ്റാണ് യൂസ് ചെയ്തത്. ആദ്യം നമ്മൾ ഇൻ്റർഫേസിൽ കയറി, അതിനുശേഷം നമ്മൾ സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ്. രണ്ടാമത്തെ കമൻറ്റ് സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 10. സേവ് ചെയ്തു. നമ്മുടെ വർക്ക് നമ്മൾ സേവ് ചെയ്തു. ഇനി ഒന്ന് ഷോ VLAN ബ്രീഫ് അടിച്ചു നോക്കാം. ഷോ VLAN ബ്രീഫ്. ഷോ VLAN ബ്രീഫ് കൊടുത്താൽ ഇപ്പോൾ VLAN 10 ഒരു പോർട്ടായിട്ടുണ്ട്, 0 bar 1 എന്ന് പറയുന്ന പോർട്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 0 bar 1 ഇരിക്കുന്ന VLAN 10 0 bar 2 ഒക്കെ ഇരിക്കുന്ന VLAN 1 അല്ലേ? 2 PC എടുക്കുക. 2 PC എടുത്തു. ഫസ്റ്റ് PC ഞാൻ 0 bar 1 ആഡ് ചെയ്യുകയാണ്, സ്വിച്ചിൻ്റെ 0 bar 1. അപ്പോൾ ഇത് VLAN 10 അടുത്ത PC ഞാൻ 0 bar 20 ആഡ് ചെയ്യാണ്. 20 0 bar 2. ഈ PC 0 bar 2 ഏത് VLAN 0 bar 2 ഇരിക്കുന്നത് VLAN 1 0 bar 1 ഇരിക്കുന്ന പോർട്ട് ഏതാണ്? VLAN 10 ഒരേ റേഞ്ചിലുള്ള IP കൊടുത്തു നോക്കാം. 10.0.0.1. ഇതിന് 10.0.0.2 തന്നെ കൊടുക്കാം. 10.0.0.1 10.0.0.2. ഈ പോർട്ട് ഒന്ന് അപ്പായിക്കോട്ടെ. ഓക്കെ. ഇപ്പോൾ ഒന്ന് 0 bar 1 ഇതിരിക്കുന്നത് VLAN 10 ഇത് VLAN 10 ഇരിക്കുന്നത്, ഇതിരിക്കുന്ന VLAN 1 ഒരേ റേഞ്ചുള്ള IP നമ്മൾ കൊടുത്തെങ്കിൽ പോലും നമുക്കൊന്ന് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ നോക്കാം. പിങ് സ്പേസ് 10.0.0.2. 10.0.0.2 എന്ന് പറയുന്നത് VLAN 1 ഇരിക്കുന്ന ഒരു PC. അതിലോട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അത് VLAN 1 നമ്മുടെ PC 1 ഇരിക്കുന്നത്, ഫസ്റ്റ് PC ഇരിക്കുന്ന VLAN 10 ഇനി നമുക്ക് VLAN 1 ഇപ്പോൾ ഒരു PC അല്ലേ വെച്ചിട്ടുള്ളൂ. നമുക്ക് VLAN 1 വേറൊരു PC കൂടെ വെച്ച് കൊടുക്കാം. ഇതിന് IP കൊടുക്കാം 10.0.0.3 എന്ന് സെറ്റ് ചെയ്യുക. ഇത് മൂന്നാമത്തെ പോർട്ടിലായിക്കോട്ടെ. ഇതും VLAN 1 ഇരിക്കുന്ന പോർട്ട്. അപ്പോൾ അല്ലേ, 0 bar 3 എന്ന് പറയുന്നതും VLAN 1 ഇരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ സ്വിച്ചിൻ്റെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0 bar 1 എന്ന് പറയുന്നത് VLAN 10 0 bar 2 0 bar 3 തുടങ്ങിയവയൊക്കെ ഇരിക്കുന്നത് VLAN 1 അപ്പോൾ VLAN 1 PCകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെങ്കിൽ പോലും അത് VLAN 10 കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. നമുക്കിതിന് IP കൊടുക്കാം, 10.0.0.3 കൊടുക്കാം. ഇനി നമുക്ക് പിങ് ചെയ്ത് നോക്കാം. ഇതിന്ന് പിങ് സ്പേസ് 10.0.0.1. 10.0.0.1 പിങ് ആവില്ല, കാരണം 10.0.0.1 ഇരിക്കുന്ന VLAN 10 നേരെ മറിച്ച് 10.0.0.2 പിങ് ആകും, കാരണം 10.0.0.2 എന്ന് പറയുന്ന PC ഉണ്ടല്ലോ, ഈ ഒരു PC ഇതിരിക്കുന്ന VLAN 1 ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. വളരെ എളുപ്പമല്ലേ? ഇപ്പോൾ VLAN 10 ഉണ്ടാക്കി, 10ഉം 20 ഉണ്ടാക്കിയിട്ടുണ്ട്, 10 പോർട്ടിനെ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു പിങ്ങിങ് കഴിഞ്ഞിട്ട്, ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് 0 bar 2 നമുക്ക് പിങ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 0 bar 2 പിങ് ആവുന്നുണ്ട്, കാരണം രണ്ട് PCകൾ ഇരിക്കുന്ന VLAN 1 അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ചിൽ തന്നെ കയറിയിട്ട് ബാക്കിയും കൂടെ ചെയ്യാം. നമുക്കിനി വീണ്ടും കോൺഫിഗർ ടെർമിനലിൽ പോയി സ്വിച്ചിൻ്റെ 1 മുതൽ 5 വരെയുള്ള പോർട്ടിനെയാണ് ഞാൻ VLAN 1 ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അല്ലേ? 1 മുതൽ 5 വരെയുള്ള പോർട്ടിനെ ഞാൻ 1 ആഡ് ചെയ്തു. 2, 3, 4, 5 ആഡ് ചെയ്യാനല്ലേ? അപ്പം നമ്മളിപ്പോൾ 1 ആഡ് ചെയ്ത പോലെ ഓരോന്നായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമുക്ക് കമൻറ്റ് ഉപയോഗിച്ചിട്ട് ബൾക്കായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. കോൺഫിഗർ ടെർമിനലിൽ പോയിട്ട് നിങ്ങൾ ഇൻ്റർഫേസ് റേഞ്ച് എന്ന് കൊടുക്കുക. ഒരു റേഞ്ച് 2 മുതൽ 5 വരെയുള്ള റേഞ്ചിനെ
അല്ലെങ്കിൽ 0 ബാർ 1 മുതൽ 5 വരെയുള്ള തുടർച്ചയായിട്ടുള്ള ഇൻ്റർഫേസുകളെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർഫേസ് റേഞ്ച് എന്ന് കൊടുത്തു. ഇൻ്റർഫേസ് റേഞ്ച് എന്ന് കൊടുത്തതിന് ശേഷം ഫാസ്റ്റ് ഇഥർനെറ്റ് 0 ബാർ 2 to 5. ഇപ്പം എന്താ 2, 3, 4, 5 ഇങ്ങനെ ഈ ഒരു 4 പോർട്ടുകൾ സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പം ഇൻ്റർഫേസ് റേഞ്ച് ഫാസ്റ്റ് ഇഥർനെറ്റ് 0 ബാർ 2 to 5, 2 മുതൽ 5 വരെയുള്ള പോർട്ട് എൻ്റർ കൊടുക്കുക. ഇപ്പം നമ്മളിരിക്കുന്ന സബ് കോൺഫിഗറേഷൻ മോഡ് ഏതാന്ന് നോക്കിയേ. സ്വിച്ച് കോൺഫിഗ് ഈഫ് റേഞ്ച് ഒരു ഇൻ്റർഫേസ് റേഞ്ചിൻ്റെ അകത്താണ് ഇരിക്കുന്നത് 2 മുതൽ 5 വരെ. സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ്, സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 10 സേവ് ചെയ്തു. ഷോ VLAN ബ്രീഫ്. ഇപ്പം നോക്കിയേ 0 ബാർ 1 മുതൽ 0 ബാർ 5 വരെയുള്ള പോർട്ടുകൾ ഏതിലെത്തി? ക്ലാസ് റൂം 1-ലെത്തി. ഇപ്പം നമ്മുടെ ലാബിൽ, ഇപ്പം നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ലാബിൽ ഈ ഇരിക്കുന്ന 1ഉം ഈ ഇരിക്കുന്ന 2ാമത്തെ പോർട്ടും ഈ ഇരിക്കുന്ന 3ാമത്തെ പോർട്ടും VLAN ഏതിലോട്ടെത്തി? VLAN 10-ലോട്ടെത്തി. ഇതും 10-ലായി, ഇത് രണ്ടും 10-ലായി. ഇപ്പം ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കാരണം ഇവരെല്ലാം ഒരു VLAN-ലായിരിക്കുന്നത്. 0 ബാർ 2-ലോട്ട് നേരത്തെ ടൈം ഔട്ട് വന്നെടുത്ത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. 0 ബാർ 3-ലോട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഇവരെല്ലാം ഒരു VLAN-ലാണുള്ളത്. ഈ 3 പോർട്ടുകൾ. ഇനി നമുക്ക് നേരെ VLAN 20-ലോട്ട് പോർട്ടുകൾ ആഡ് ചെയ്യണം. VLAN 20-ലോട്ട് നമുക്ക് പോർട്ടുകൾ ആഡ് ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ കോൺഫിഗർ ടെർമിനൽ, ഇൻ്റർഫേസ് റേഞ്ച്, ഫാസ്റ്റ് ഇഥർനെറ്റ് 0 ബാർ 6 to 12. നമ്മൾ എത്ര വരെയാണ് ആഡ് ചെയ്യാൻ നോക്കിയത്? 6 മുതൽ 12 വരെ. അപ്പോൾ 6 മുതൽ 12 വരെയുള്ള പോർട്ടുകളെ സെലക്ട് ചെയ്തു. സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ്, സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 20 സേവ് ചെയ്തു. ഷോ VLAN ബ്രീഫ്. ഇപ്പം നിങ്ങൾക്ക് 6 മുതൽ 12 വരെയുള്ള പോർട്ടുകൾ ആ VLAN-ലായി, 1 മുതൽ 5 വരെയുള്ള പോർട്ട് VLAN 10-ലായി, ബാക്കിയുള്ള പോർട്ടുകളൊക്കെ നിലവിൽ കിടക്കുന്നത് VLAN 1-ലാണ്. ഇനി ഈ പോർട്ടുകൾ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഇടാം. എന്ത് ചെയ്താൽ മതി? നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻ്റർഫേസ് റേഞ്ച് ഫാസ്റ്റ് ഇഥർനെറ്റ് 0 ബാർ 6 to 12, സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ്, സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 1. അപ്പോൾ വീണ്ടും അത് VLAN 20 എങ്ങോട്ട് പോകും? VLAN 1-ലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോർട്ടുകളെയൊക്കെ ആഡ് ചെയ്യാം. പോർട്ടുകളെ VLAN-ലോട്ട് ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് VLAN 6 മുതൽ 12 വരെ അല്ലേ, അതിലോട്ട് നമുക്കൊരു 3 PC-നെ കൊടുക്കാം. ബാക്കിയുള്ള പോർട്ടുകൾ അവിടെ ഇരുന്നോട്ടെ. 6 ഇതിലോട്ട് ആഡ് ചെയ്തു. പിന്നെ 7, 8 നമുക്ക് ഒരേ റേഞ്ചിലുള്ള IP കൊടുത്തു നോക്കാം. അപ്പോൾ ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന IPകൾ എഴുതി വെക്കാം. ഇതിന് 10.0.0.1, ഇതിന് 10.0.0.2, ഇതിന് 10.0.0.3. നമുക്ക് ഇതിന് തുടർച്ചയായിട്ട് കൊടുക്കുകയാണ് 10.0.0, 10.0.0.4 കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. 10.0.0.5, ഇതിന് നമുക്ക് 10.0.0.6 അങ്ങനെ കൊടുത്താൽ പോലും ഇപ്പം നോർമൽ ഒരു സ്വിച്ച് ആണെങ്കിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കാരണം ഇതെല്ലാം 10 എന്നുള്ള റേഞ്ചാണ്, ഇതെല്ലാം ഒരേ ഒരേ IP റേഞ്ചാണ്. പക്ഷെ നമുക്ക് നോക്കാം, ഇവർ തമ്മിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ, ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഇതിൽ കയറിയിട്ട് ഇതിൻ്റെ IP കൊടുക്കുകയാണ് 10.0.0.4. ഇനി ഇതിൻ്റെ IP കൊടുക്കാം 10.0.0.5. ഇതിന് IP കൊടുക്കാം 10.0.0.6. പിങ് ചെയ്ത് നോക്കാം. ഇതിൽ പോയി പിങ് സ്പേസ് 10.0.0.5. 10.0.0.5-ലോട്ട് ഈസി ആയിട്ട് പിങ് ആവുന്നുണ്ട്, കാരണം അവിടെ ഇതാണ് VLAN 20-ലാണ്. ഇനി 10.0.0.6, 10.0.0.6-ലോട്ട് പിങ് ആവുന്നുണ്ട്, കാരണം അതും VLAN 20-ലാണ്. മറിച്ച് 10.0.0.3-ലോട്ട് പിങ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് പിങ് ആവണില്ല, കാരണം അതിരിക്കുന്നത് എന്തിലാണ്?
VLAN 10ലാണ്. അവർ തമ്മിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. VLAN 20 തമ്മിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ VLAN എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ VLAN റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും മറ്റു വെരിഫിക്കേഷൻ കമൻറ്റുകളും പിന്നെ VLAN ഇപ്പോൾ VLAN 10ഉം 20യും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ട്രങ്ക് പോർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത്തരം ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകളിൽ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതെങ്കിലും ടോപ്പിക്കുകൾ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CCNA പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ അവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ക്ലാസ് VLANൻ്റെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം.